ഏറ്റുമാനൂരിൽ തന്നെ ഒരെണ്ണം കൂടി ഞാൻ പറയാതെ പോയത്, നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം പ്രതിവർഷം 80,000 മെട്രിക് ടൺ നെല്ല് സംസ്കരിക്കാൻ കഴിയുന്ന 90 കോടി രൂപ മുടക്കി ഇപ്പോൾ നമ്മൾ പുതിയ ഫാക്ടറി തീരാറായി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. മില്ലുകാരുടെ ദയാദാക്ഷിണ്യം കാത്തു നിൽക്കുന്ന കൃഷിക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു നടപടിയാണ് ആ കാര്യത്തെ സംബന്ധിച്ച്. കൃഷിയിലും വ്യവസായത്തിലും അത്തരൊരു കാര്യം. മറ്റൊന്നെൻ്റെ മനസ്സിലുള്ളത് ഒരു IT പാർക്ക് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് വരണം എന്നുള്ളതാണ്. ഞാൻ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റൊന്ന്, ടൂറിസത്തിന് വലിയ സാധ്യതയുള്ളതാണ് ഈ മണ്ഡലം. കുമരകവും അയ്മനവും അറപ്പുക്കരയും നീണ്ടൂരും എല്ലാം ഉൾപ്പെടുത്തി. അതുകൊണ്ട് അവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ടാവണം എന്ന ഭാവി ആശയം മനസ്സിലുണ്ട്. അപ്പോൾ വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ, അതുപോലെ തന്നെ പ്രസിഡന്റന്മാർ, ശ്രീലങ്കൻ പ്രധാനമന്ത്രി, G20 ഒക്കെ നടന്നൊരു സ്ഥലമായി കുമരകം മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെ അതിനനുസരിച്ച് പശ്ചാത്തല സൗകര്യം കൂടി വികസിക്കേണ്ടതുകൊണ്ട് ഒരു ഹെലിപ്പാഡ് ഉണ്ടാവണം, ഹെലികോപ്റ്റർ ഇറങ്ങാൻ. മറ്റൊന്ന്, ഒരു വാട്ടർ തീം പാർക്ക് പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ച്, കുമരകവും അയ്മനവും കേന്ദ്രീകരിച്ച് ധാരാളം ടൂറിസ്റ്റിന് വരവിനുള്ള സാധ്യതയുണ്ട്. പ്രോജക്റ്റ് ഞാൻ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അതും കൊടുത്ത് ഈ കാര്യത്തിലേക്ക് ഒരു ഭാവി ലക്ഷ്യമാണ്. അപ്പോൾ IT പാർക്ക് വരുന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. പിന്നീട് നമ്മുടെ വിവിധ തരത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള സംരംഭകരെ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായ ഭാവി പ്രവർത്തനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഏറ്റുമാനൂർ പാലാ റോഡിലുള്ള ഇപ്പോഴത്തെ പുതിയ ബൈപ്പാസ് വന്നപ്പോൾ അവിടെയും കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് വന്നാൽ, ഒരു ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂരിൻ്റെ കുരുക്ക് മറ്റേ ഇത് വന്നപ്പോൾ തന്നെ പകുതിയിലേറെ കുറഞ്ഞിരുന്നു. അത് നടപ്പാക്കാനുള്ള ലക്ഷ്യമുണ്ട്. മറ്റൊന്നൊരു റിംഗ് റോഡൂടെ നടപ്പാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇപ്പോൾ കുറ്റി വെച്ച് തുടങ്ങി, കാലോടുപ്പ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതും നടപ്പാക്കും എന്ന കാര്യമാണ് സൂചിപ്പിക്കാറുള്ളത്. 2 വർഷം കൃത്യമായി കഴിഞ്ഞ് 2023 ജൂലൈ 17 അതിരമ്പുഴ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദ്യത്തെ റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ആ റിവ്യൂ മീറ്റിംഗ് 21-23 കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു. ഏതാണ്ട് ആദ്യത്തെ ശില്പശാലയിൽ എടുത്ത തീരുമാനത്തിൻ്റെ 82% കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ 2 വർഷത്തെ വിലയിരുത്തൽ അവലോകന യോഗം നടന്നത്. അതിനുശേഷം പുതിയതായി ചില ക്രിയാത്മക നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പഴയ നമ്മൾ തീരുമാനിച്ചിരുന്ന ഷെൽഫ് പ്രോജക്റ്റിൽ അവശേഷിച്ച വിഷയവും കൂട്ടിച്ചേർത്ത് തുടർന്നു വന്ന 2 വർഷക്കാലം നടപ്പാക്കാൻ ശ്രമിക്കും. അതിനുശേഷം വീണ്ടും ഒരു റിവ്യൂ മീറ്റിംഗ് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞതനുസരിച്ച് ഈ 2 വർഷക്കാലത്തെ മീറ്റിംഗ് പ്രവർത്തനങ്ങളാകെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗാണ് 15-ാം തീയതി രാവിലെ 10 മണിക്ക് മാന്നാനം KE സ്കൂള്, മുല്ലശ്ശേരി അച്ഛൻ്റെ സ്കൂളിൽ വെച്ച് വീണ്ടും ഒരു അവലോകന യോഗം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ ഈ നിയോജകമണ്ഡലത്തിലെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റ് എത്രയുണ്ടോ അതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ അവതരിപ്പിക്കും. അതിൽ വീണ്ടും ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും പൊതുപ്രവർത്തകരെയും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നിയമസഭാ മണ്ഡലം പ്രോഗ്രസ് റിപ്പോർട്ടാണ് നാളെ അവതരിപ്പിക്കുക. ഇതാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ട്. നാളത്തെ 15-ാം തീയതി അവതരിപ്പിക്കാൻ പോകും. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്ന എത്രത്തോളം കാര്യം നടപ്പായി എന്ന് എല്ലാവർക്കും പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രേഖ അവിടെ തരും. അന്ന് നടന്നിട്ടുള്ള ഓരോ പ്രോജക്റ്റും ചിത്രം സഹിതം, അതിൻ്റെ എമൗണ്ട് സഹിതമുണ്ട്. പൊതുവിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 4,000 കോടി രൂപയിലേറെ ഈ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഈ 4.5 വർഷക്കാലത്തിനിടയ്ക്ക് ചെലവഴിച്ച് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. ചിലത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്, ചിലത് നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇതുപോലെ നടപ്പാക്കി റിവ്യൂ ചെയ്തു പോകുന്ന മണ്ഡലം വേറെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനേതായിരുന്നാലും ഈ കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരുടെ അഭിപ്രായം സ്വീകരിച്ചു, റിവ്യൂ ചെയ്തു, വീണ്ടും റിവ്യൂ ചെയ്തു. അപ്പോൾ ഓരോ 2 വർഷക്കാലത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി, ജനങ്ങളാണല്ലോ ഈ കാര്യത്തിൽ അറിയാൻ അവകാശപ്പെട്ടവർ, അവരെ അത് ബോധ്യപ്പെടുത്താൻ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ കാര്യം പ്രത്യേകമായി തീരുമാനിച്ച് ഞങ്ങൾ
മുന്നോട്ട് വെച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായി ഈ കാലഘട്ടത്തിൽ വളരെ കാലങ്ങളായി നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, 40 വർഷത്തെ പഴക്കമുണ്ട് ഏറ്റുമാനൂർ ബൈപ്പാസിന്. പല മന്ത്രിസഭകൾ മാറി മാറി വന്നെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായി ഏറ്റെടുത്തത് ആ ഏറ്റുമാനൂർ ബൈപ്പാസ് പൂർത്തീകരിക്കുകയാണ്, പട്ടിത്താനം. അത് പൂർത്തീകരിച്ചു. 2, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന റോഡ്, അത് കുറേ കൂടി വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യം വളരെ വളരെ പതക്കമുണ്ടായി. അതുൾപ്പെടെ ഏറ്റുമാനൂർ നിയോജകത്തിലെ 8 റോഡുകൾ 102.50 കോടി രൂപയ്ക്ക് റീബിൽഡ് കേരളയിൽപ്പെടുത്തി നമുക്ക് ഭരണാനുമതി ലഭിച്ചു. അത് 8 റോഡും പൂർത്തീകരിച്ചു. അത് ഗാന്ധിനഗർ റോഡുണ്ട്, അതിരമ്പുഴയിൽ ബന്ധപ്പെടുന്ന 3-4 റോഡുണ്ട്, ആർപ്പുകരയായി ബന്ധപ്പെട്ട റോഡുണ്ട്, നീണ്ടൂരുമായി ബന്ധപ്പെട്ടതുണ്ട്, ഐമനുമായി ബന്ധപ്പെട്ടതുണ്ട്, ഏറ്റുമാനുമായി ബന്ധപ്പെട്ടുണ്ട്. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട റോഡുകൾ റീബിൽഡ് കേരളയിൽ തീർന്നു. 8 റോഡുകൾ. അതുപോലെ തന്നെ പിന്നീട് പഞ്ചായത്ത് റോഡുകൾ, ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിൽ ചെയ്തു തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് പഞ്ചായത്ത് റോഡുകളും മുനിസിപ്പാലിറ്റി കരുതുന്ന ചില റോഡുകൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അതിരമ്പുഴയിൽ നിന്ന് നീണ്ടൂർ കവലയിലേക്ക് പോകുന്ന ആട്ടുകാരൻ കവർ റോഡ് പഞ്ചായത്തിൻ്റെതായിരുന്നു. ഇങ്ങനെ വിവിധ റോഡുകൾ PWD അല്ലാത്ത പഞ്ചായത്തിൻ്റേത് ഉൾപ്പെടെ ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. ഇനി ഒരു റോഡ് പോലും BMBC നിലവാരത്തിൽ ചെയ്യാനില്ല, അതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നടക്കാതിരുന്ന കുറേ പാലങ്ങൾ. അതിലൊന്നാണ് കാരിത്താസ് മേൽപ്പാലം. 5 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും എടുക്കാൻ തയ്യാറായില്ല. അത് അവസാനം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ വിളിച്ചു വരുത്തി അവരോട് എടുക്കണമെന്ന് പറഞ്ഞു. 28% എബവ് വന്നു. അത് ക്യാബിനറ്റിൽ പോകേണ്ടി വന്നു. ആ ക്യാബിനറ്റിൽ ഭരണാനുമതി തന്നാണ് കാരിത്താസ് മേൽപ്പാലം. അവർക്ക് 18 മാസം കൊടുത്തെങ്കിലും 13 മാസം കൊണ്ട് അവർ പ്രവൃത്തി ചെയ്തു തന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും പോയി കാണാം. അപ്പോൾ കാരിത്താസ് മേൽപ്പാലം, അതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ വന്ന ഇരുവിയാർക്കൽ ഇല്ലിക്കൽ പാലം, ഒരു സൈഡ് ഇടിഞ്ഞു പോയി ആറ്റിലേക്ക് പോയതാണ്. അവിടെ വളരെ ബലവത്തായ ഒരു പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. അത് കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റെടുത്ത് അതും ഏതാണ്ട് 18 മാസം കൊടുത്തിട്ട് 12 മാസം കൊണ്ട് ചെയ്തു തീർത്തു ആ ഇല്ലിക്കൽ പാലം. പിന്നീട് കമ്പനിക്കടവ് പാലം 13 വർഷത്തെ പഴക്കമുണ്ടതിന്. പുതുപ്പള്ളി മണ്ഡലവും കോട്ടയം ഏറ്റുമാനൂർ മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന അപ്പോൾ അത് നടക്കാതിരുന്നതിൻ്റെ കുരുക്കുകളെല്ലാം അഴിച്ച് അതിപ്പോൾ പാലം തീർന്നു, അപ്രോച്ച് റോഡിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു. മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. പിന്നീട് ഈ കാലഘട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ പാലങ്ങളാണ് ഇപ്പോൾ പരിപ്പ് പാലം, ഒളശപ്പാലം, അതുപോലെ കുമരകത്തെ കോണത്താറ്റ് പാലം. ഇങ്ങനെയുള്ള പാലങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ തീർന്നിട്ടുള്ളതാണ്. അതോടൊപ്പം അനുബന്ധിച്ചുള്ള വഴികളും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വഴികളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച BMBC നിലവാരത്തിൽ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മറ്റ് പ്രധാനപ്പെട്ട റോഡുകളും നമ്മൾ ഏറ്റെടുത്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റുമാനൂരിലെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പരിപാലന കേന്ദ്രം പുതിയ കെട്ടിടം, പുതിയ OP ബ്ലോക്ക് നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ കുമരകത്തും അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനങ്ങൾ ഇനി അതിരമ്പുഴ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളതാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. 560 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്ക് തീർന്നു കഴിഞ്ഞു. 16-ാം തീയതി ഉദ്ഘാടനം. അതുപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. അതിൽ 360 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററാണ്. അത് ഈ മാർച്ചോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. പിന്നെ ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ഒരു പ്രോജക്റ്റ് ഓൺഗോയിങ് ആണ്, തീരാറായിരിക്കുന്നു. കാർഡിയോളജിയുടെ സെക്കൻഡ് ഫേസ് 36 കോടി രൂപ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യും. ഇതുകൂടാതെ വളരെ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഐമാക്സ് ലൈറ്റ് ഒരെണ്ണം MLA ഫണ്ടിൽ നിന്ന് കൊടുത്തു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് സഞ്ചാരയോഗ്യമായ പാത മുമ്പില്ലായിരുന്നു. പലപ്പോഴും വണ്ടിയിലിറങ്ങി വഴി ക്രോസ് ചെയ്ത് നടക്കേണ്ട സ്ഥിതിയുണ്ട്. അത് മാറിയിട്ട് ഒരു അടിപ്പാത നിർമ്മിച്ചു കൊടുത്തു. അത് വലിയ രൂപത്തിൽ പ്രയോജനകരമായി വന്നിരിക്കുന്നു. MLA ഫണ്ട് പ്രയോജനപ്പെടുത്തി ഒരു ക്രിമിറ്റോറിയം ഇപ്പോൾ പ്രധാനമായും മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തീരുമാനിക്കാൻ അനുമതി കിട്ടി. അതിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മറ്റൊന്ന് പ്രാധാന്യത്തോടുകൂടി നമ്മൾ കണ്ടതാണ് ഏറ്റുമാനൂർ സിവിൽ സ്റ്റേഷൻ വേണം. അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്.
അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാം ഗഡുവിലേക്കുള്ള ഫണ്ടും ഈ വർഷം അനുവദിച്ച് കിട്ടും. നേരത്തെ തന്നെ 32 കോടി രൂപ അനുവദിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. അതുപോലെ കോടതി സമുച്ചയത്തിൻ്റെ ഭരണാനുമതി ആയിട്ടുണ്ട്. അത് സമീപകാല ഭാവിയിൽ നിർമ്മാണം തുടങ്ങും. മറ്റൊന്ന്, നമുക്ക് കുമരകത്തെയും അതുപോലെ അയ്മനത്തെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് അയ്മനത്തേത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന രൂപത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടുമ്പോൾ വലിയ ആശ്വാസമാണ് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നത്. കുമരകത്ത് കുറച്ചുകൂടി ശ്രദ്ധിച്ചവർ IP ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നീണ്ടൂർ ഇപ്പോൾ പ്രധാനമായും NHM ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഹെൽത്ത് സെൻ്ററിന് പ്രധാനപ്പെട്ട എക്സ്റ്റൻഷൻ കൗണ്ടർ പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു. അതുപോലെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെൻറ്റർ വിപുലീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. പിന്നീട് പ്രധാനമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വർക്കുകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിലിപ്പോൾ അതിൻ്റെ നാനോ ടെക്നോളജിയുടെ റിസർച്ചിന് വേണ്ടിയുള്ള പുതിയ ബിൽഡിങ്, അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട റിസർച്ചിന് വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കൽ, 47.81 കോടി രൂപ മുടക്കി പുതിയ സ്പോർട്സ് കോംപ്ലക്സ്, ഒരുപക്ഷെ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ വരാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സാണ് മാന്നാനത്തിപ്പോൾ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞ് കിഫ്ബിയാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് പണം തന്നിരിക്കുന്നത്. അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. ഇതുകൂടാതെ നമ്മുടെ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലെ സ്കൂൾ കെട്ടിടങ്ങൾ, നീണ്ടൂരിലെ സ്കൂൾ കെട്ടിടം, അവിടെ 2 സ്കൂൾ കെട്ടിടത്തിന്, അതുപോലെ തന്നെ അയ്മനത്ത്, കുമരകത്ത്, തിരുവാർപ്പിൽ തുടങ്ങിയിട്ടുള്ള വിവിധ സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായി കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് പ്രധാനമായും ജംഗ്ഷൻ വിപുലീകരണം, നമ്മുടെ അതിരമ്പുഴ 6 മീറ്റർ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് 86 പേരുടെ ഭൂമി എടുത്ത് ഇപ്പോൾ 18 മീറ്റർ വീതി ആ റോഡ് ഉണ്ടാക്കിയത് ഈ കാലഘട്ടത്തിൽ. വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യം നടക്കാതിരുന്നു, അതിപ്പം നടന്നിരിക്കുന്നു. അത് കൃത്യമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അവിടെ IMAX ലൈറ്റും കൊടുത്തു. ഇപ്പോൾ അതിരമ്പുഴ മാർക്കറ്റ് ഉൾപ്പെടെ രാത്രി 9 മണി 10 മണി വരെ ആളുകൾ നിൽക്കുന്നൊരു സാഹചര്യം വന്നിട്ട് 6 മണിയാകുമ്പോൾ എല്ലാവരും സ്ഥലം വിടുമായിരുന്നു. അപ്പോൾ ആ ജംഗ്ഷൻ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അവിടെ MLA ഫണ്ട് മുടക്കി 25 ലക്ഷം രൂപ മുടക്കി ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു കൊടുത്തു. ഇതുകൂടാതെ നമ്മുടെ പെണ്ണാർത്തോളിൽ കൂടി കയറി വരുന്ന മാന്നാനത്തെയും അതിരമ്പുഴയും ബന്ധിപ്പിക്കുന്ന പാലം 25 കോടി രൂപ മുടക്കി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓൺഗോയിങ് പ്രോജക്റ്റാണ്. സമീപകാല ഭാവിയിൽ തീരുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയാം. ഇതും കൂടാതെ നമ്മുടെ മണ്ഡലത്തിലെ അയ്മനത്തെ പുതിയ ഡിസ്പെൻസറിയുടെ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതവർക്കേറെ ആശ്വാസകരമാണ്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം എന്ന രൂപത്തിലൊരു സംഘം രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 80 കോടി രൂപയോളം മുടക്കി ഇവിടെ ഒരു പുതിയ ഫാക്ടറി, നെല്ല് സംസ്കരിക്കുന്ന ഫാക്ടറി ഇടാൻ തീരുമാനിച്ചു. നബാർഡ് അതിൻ്റെ ഒരു വായ്പ തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കെട്ടിടം പണി തീർന്ന് മാർച്ചോട് കൂടി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വലിയൊരു നേട്ടം. നെൽകൃഷിക്കാർക്ക് മില്ലുകാരുടെ ദയാദാക്ഷിണ്യം കാത്തു നിന്നെങ്കിലേ അവരുടെ നെല്ലെടുക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ നെൽകൃഷിയായി ബന്ധപ്പെട്ട് അവർ ചൂണ്ടിക്കാണിച്ച എല്ലാ രംഗത്തും നമ്മൾ ഭിത്തികൾ കെട്ടിക്കൊടുത്ത് കൃഷിയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. സ്വാമിനാഥൻ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചും കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി അല്ലാതെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ മേഖല നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ചുരുക്കവിവരം നമുക്ക് തരികയും ചെയ്യാം. കൃഷിയോഗ്യമാക്കി അത്തരം പാടങ്ങൾ മാറുകയും. പിന്നെ വളരെ വർഷങ്ങളായി നടക്കാതെ കിടന്നിരുന്ന റോഡാണ് പരിപ്പ് 900. അതിപ്പോൾ ക്യാബിനറ്റിൽ പോയി പ്രത്യേകമായി ഗവൺമെൻറ് ഫണ്ട് തന്നുകൊണ്ട് ഏതാണ്ട് 8 കോടിയോളം രൂപ മുടക്കി അത് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് കോണത്താറ്റ് പാലവും കരീപ്പാലവും നീണ്ടൂരിലെ പ്രാലേൽ പാലവും, അത് 2 തീർന്നു കഴിഞ്ഞു. ഇനി പ്രാലേൽ പാലമാണ് നിർമ്മിക്കേണ്ടത്. അതിനുള്ള തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ നമ്മുടെ ഈ മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളെയും ഒരുപോലെ കണ്ടിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഏതാണ്ട്
8 കോടിയോളം രൂപ പ്ലാൻ ഫണ്ടിൽ തന്നെ കൊടുത്ത് MLA ഫണ്ട് വേറെ. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വിവിധ തരത്തിൽ റോഡായിട്ടും സ്കൂളായിട്ടും നടന്നിരിക്കുന്നു. പിന്നീട് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഏറ്റുമാനൂർ ക്ഷേത്രം, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം, അതുപോലെ പാണ്ഡവൻ ക്ഷേത്രം, നമ്മുടെ ആർപ്പുകരത്തെ 2 ക്ഷേത്രങ്ങൾ, തിരുവാർപ്പിലെ 3 ക്ഷേത്രങ്ങൾ, സീസാഷാമി ക്ഷേത്രവും കിളിരൂർ ക്ഷേത്രവും അടക്കം, പിന്നെ ചെങ്ങളം ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങൾക്കും ഒട്ടേറെ പ്രോജക്റ്റുകളുണ്ടായിരുന്നു. അതിൽ പലതും ഇപ്പം നടപ്പാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞു, പരിപ്പ് ഉൾപ്പെടെ. അതുപോലെ തിരുവാർപ്പ് ക്ഷേത്രങ്ങൾ, കിളിരൂരും തിരുവാർപ്പും, ചെങ്ങളം കുരിയകാവ് ക്ഷേത്രം, അവിടെ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടക്കം കുറിച്ചു. ചിലത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇതൊക്കെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പിന്നെ സഹകരണത്തിൻ്റെ MRF ഫണ്ട്, അതേപോലെ തന്നെ മറ്റ് SC/ST വിഭാഗത്തിൻ്റെ ചികിത്സാ ഫണ്ട്, ഇതെല്ലാം ചേർത്തിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ, ചികിത്സാ സഹായങ്ങൾ പങ്കുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടം. ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോജക്റ്റാണ് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് തീരുമാനിച്ചത്, എന്തൊക്കെ നടപ്പാക്കി, ഇങ്ങനൊരു പ്രോജക്റ്റ് കൃത്യമായി അവതരിപ്പിച്ചു പോകുന്ന ശൈലി വേറെ എവിടെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും ഇത് റിവ്യൂ ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ത് നടന്നു നടന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് നാളെ അവിടെ ഇതെല്ലാം തരും. അതിനുശേഷം നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്കും പരിശോധിക്കാം. മീഡിയയെ കൂടെ സാക്ഷി നിർത്തിയാണ് ഇത് എടുത്തിട്ടുള്ളത്.